നമുക്കൊപ്പം രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈശ്വർ, ഈ ചിത്രത്തെ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ടോ? പെട്ടെന്ന് 3 പോയിന്റ്സ്. ഒന്ന്, ശ്രീ അരുൺകുമാറിനുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ആദ്യം. അതായത് ഇത് ഈ വളരെ സെൻസിറ്റീവായ വിഷയം, അതായത് ശ്രീ മുകേഷിന്റെയും ബാബുരാജിന്റെയും നിവിൻ പോളിയുടെയും അടക്കം ശ്രീ അരുൺകുമാറും റിപ്പോർട്ടറും അടക്കം ഫെയർ ആൻഡ് ബാലൻസ്ഡ് ആയി കവർ ചെയ്തു. അതിന് അങ്ങേക്കൊരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അത് എല്ലാവരുടെയും ഈ സിനിമാ മേഖലയുടെ അടക്കമുള്ള അഭിപ്രായം ചോദിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫെയർ ആൻഡ് ബാലൻസ്ഡ് കാര്യമെങ്കിലും ഇത് കൊണ്ടുവന്നത് വളരെ സ്വാഗതാർഹമാണ്. 2, ഞാനൊരു പുരുഷവാദിയാണ്. അമ്പിളി സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ WCC ഈ വിഷയങ്ങളിൽ എടുത്ത നിലപാട് വളരെ അഭിനന്ദനാർഹവും സംയമനവും സമയവും പാലിച്ച. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ WCCക്കെതിരെ പോലും പലപ്പോഴും ആക്രമണം ഉണ്ടായി നമ്മൾ ആലോചിക്കണം. WCC ഈ കാര്യത്തിൽ ചാമ്പ്യൻ ചെയ്തെങ്കിലും അവർ അവസാനത്തിലേക്ക് നിലപാടെടുക്കുന്ന സമയത്തിലേക്ക് സമവായത്തിന്റെ സ്വരവും സമന്വയത്തിന്റെ സ്വരവും ഒരു റെസ്ട്രെയിന്റെ സ്വരവും വന്നു. ഞാനും ദീദി മാഡവും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ട്. മാഡത്തിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. വളരെ റീസണബിൾ പൊസിഷൻസ് ആണ് പലപ്പോഴും അവർ പറഞ്ഞത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് WCC ഇനി 2 അമ്പിളി സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ആശയപരമായി യോജിക്കുമ്പോഴും ഇനി WCC എന്ന വാക്ക് അവിടെ എഴുതി ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മൂലം അവർക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ അങ്ങൊരു ഖേദം പ്രകടിപ്പിക്കുന്നത് അങ്ങയുടെ ഔന്നത്യം കൂട്ടുകയുള്ളൂ. അതായത് ക്യാൻസർ പോലുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് ക്യാൻസർ വളരെ മാരകമായ രോഗമാണ്, നഗ്ന ചിത്രങ്ങൾ WCC എന്ന് എഴുതി വെക്കുക, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. അങ്ങ് പറഞ്ഞ വാദങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിയോടെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് പുരുഷന്മാർ പലപ്പോഴും വേട്ടയാടപ്പെടുന്നു, സ്ത്രീകൾ അനാവശ്യമായി, ചില സ്ത്രീകളെങ്കിലും വ്യാജമായി പരാതിപ്പെടുന്നു, ചില പരാതികൾ വ്യാജമാണെന്ന് പ്രകടമായി തെളിയുന്നു. പക്ഷേ എന്നിരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും WCC കാണിച്ചൊരു മാതൃകയും മിതത്വവും പല കാര്യങ്ങളിലും കാണിക്കണം. അങ്ങ് ഉദ്ദേശം ആയിരിക്കില്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണയാണെങ്കിൽ പോലും അവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നത് അത് നമ്മുടെ ഔന്നത്യം കൂട്ടുകയുള്ളൂ. അതാണ് ദീദി ദാമോദരൻ മാഡത്തെ പോലും വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നല്ലത്. ഈ ചിത്രം വരച്ചിട്ട് തെറ്റിദ്ധാരണയും വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ? അമ്പിളി ഈശ്വർ, ഞാൻ ഇതിനകത്ത് ഒരു ഖേദവും, ഞാനിത് ചിത്രം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു. 7-18 ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് സ്ത്രീകളുടെ. ഞാൻ എൻ്റെ അടുത്ത് അന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ ഒരു എക്സിബിഷൻ ഡേവിഡ് ഹാളിൽ ഫോട്ടോ വെച്ച് നടന്നു. ഒരു ചാനൽ റിപ്പോർട്ട് അന്ന് ആ ചാനലുകൾ എല്ലാവരും എന്നോട് പങ്കെടുത്ത എല്ലാ ചാനലുകളും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത്, സ്ത്രീകളെ പ്രകൃതിയുമാണ് ഏത് ചിത്രകാരൻ്റെയും. അതാണ് ഒരു ഐഡിയോളജിക്കലായിട്ട്. എന്റെ ചോദ്യം, അങ്ങ് ഈ ചിത്രത്തിലൂടെ ഒരു തെറ്റിദ്ധാരണ WCCക്കും അതിജീവിതകൾക്കും എതിരെ അങ്ങ് ഈ ചിത്രം വരച്ചു എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനിടയാക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് മാപ്പ് പറയുന്ന പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ച് പറിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറയാൻ ഒരുക്കമല്ല, അതിൽ അദ്ദേഹം ഖേദിക്കുന്നില്ല, അതിലൊരു തെറ്റും അദ്ദേഹം കാണുന്നില്ല. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. ഈ ചിത്രം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? രാഹുൽ ക്ഷമിക്കണം, ധന്യ. ഇല്ലല്ല, സ്ത്രീകളുടെ നഗ്ന ശരീരം അമ്പിളി ഒരു നിമിഷം. Debate with Arun Kumar.